എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റ് ആണോ നല്ലത് അല്ലെങ്കിൽ ബോർഡാണോ നല്ലതെന്ന് ഉള്ളതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ഡിസിഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബോർഡാണെങ്കിൽ കുറച്ചധികം നെഗറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ്സും ഉണ്ട്. ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LD ടൈപ്പിസ്റ്റിൻ്റെ പോസ്റ്റിന് ഇപ്പോൾ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോയിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് വിളിക്കുമല്ലോ, അതിൽ ജോയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ വർക്ക് ചെയ്യാൻ പറ്റും, വേറൊരു ജില്ലയിലേക്ക് മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ്. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ വരുന്നതാണ്. അതായത് ഇപ്പോൾ പ്രൊബേഷൻ കഴിയുന്നവരെന്തായാലും മാറേണ്ടി വരില്ല, അതിനുശേഷം മാറേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ആ പോസ്റ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അംഗീകൃതം പോലെയാണ്. അതായത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ ഞാനിപ്പോൾ കയറിയിട്ടുള്ള LD ടൈപ്പിസ്റ്റിൻ്റെ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് പോസ്റ്റായിട്ട് അംഗീകരിക്കുന്നില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ KS എക്സാം എഴുതുമ്പം അതായത് ഇപ്പോൾ ജോലിയിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് വേറൊരു സ്ട്രീമിൽ എക്സാം എഴുതാൻ പറ്റും. പക്ഷേ നമ്മളെ പോസ്റ്റ്, അതായത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പോസ്റ്റ് അങ്ങനെ ഒരു പോസ്റ്റായിട്ട് അംഗീകരിക്കുന്നില്ല, അതായത് ഗവൺമെൻറ് പോസ്റ്റായിട്ട് അംഗീകരിക്കുന്നില്ല. അതൊരു നെഗറ്റീവ് വശമാണ്. പക്ഷേ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കയറിയെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ജോലിയിൽ കയറിയിട്ടുള്ള ആൾക്കാർക്ക് വേറൊരു സ്ട്രീമിൽ എക്സാം എഴുതാമല്ലോ, അതിലേക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമുക്കത് എഴുതാൻ പറ്റില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ സാലറി സ്കെയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വരുമാനമുള്ളൊരു ബോർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസിനേക്കാളും കുറച്ചുകൂടി സാലറി സ്കെയിൽ കൂടുതലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് LD ടൈപ്പിസ്റ്റിന് 26,000 ബേസിക് പേ. പക്ഷേ ഇവിടെ വരുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വരുമ്പോൾ 27,900. അതൊരു വ്യത്യാസമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മൾ അറ്റൻഡൻസ് നേരിട്ട് പോകുന്നത് സ്പാർക്കിലേക്കാണ്. അപ്പോൾ സ്പാർക്ക് വഴിയാണ് നിങ്ങളുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ പഞ്ചിങ് ഉണ്ട്, പക്ഷെ നമുക്ക് സ്പാർക്ക് വഴിയല്ല പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇവിടെ ചെക്ക് ബാങ്കിലേക്ക് കൊടുത്തിട്ടാണ് അങ്ങനെയാണ് സാലറി കിട്ടുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും സാലറി വീഴുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഇപ്പോൾ 1-ാം തീയതി വർക്കിംഗ് ഡേ ആണെങ്കിൽ 1-ാം തീയതി തന്നെ സാലറി കിട്ടും. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയല്ല. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാവട്ടെ. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ വരുന്ന NPS ആണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇതിലാണെങ്കിലും ബോർഡിലാണെങ്കിലും വരുന്നത്. അപ്പോൾ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് രണ്ടിലും 60 വയസ്സ് തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് സാലറീൻ്റെ തന്നെ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഇതിൽ കിട്ടും, ബോർഡിൽ കിട്ടും. പിന്നെ പറഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളത് മെയിനായിട്ടുള്ള ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് വിചാരിക്കുക, മെറ്റേണിറ്റി ലീവൊക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബോർഡിൽ വരുമ്പോൾ അത് കുറച്ചധികം പ്രൊസീജിയർ ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ നമ്മൾ ജീവനക്കാരുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും കുറച്ചധികം താമസം വരുന്നുണ്ട്. ഓക്കെ, അതെന്താ വെച്ചാൽ അതിൻ്റെ സ്പെഷ്യൽ റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും താമസമുണ്ട്. പിന്നെ സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് നല്ല വരുമാനമുള്ള ബോർഡാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, പിന്നെ മെയിനായിട്ട് വേറെ വ്യത്യാസങ്ങൾ ഇല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ വേറെ പോസ്റ്റുകൾക്ക്, അതായത് പ്രൊമോഷനും കുറച്ചുകൂടി നല്ലത്, അതായത് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ളത്, അതായത് പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. അതിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മളതിൽ കുറച്ച് താമസമാണ്, പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ താമസമാണ്.
ഇപ്പോൾ ചിലർ ചോദിച്ചു ജോലി മാറുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിലവിൽ വേറെ ഒരു ലിസ്റ്റിലും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പഠിക്കാനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ നിൽക്കാനാണ് പ്ലാൻ വരുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ഡിപ്പെൻസ്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മാറാൻ വലിയ ചാൻസ് ഇല്ല. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ, പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനിൽ ബോർഡാണ് കുറച്ചുകൂടി നല്ലത്. എന്താ വെച്ചാൽ സാലറി കാര്യങ്ങൾ, സാലറീൻ്റെ ബേസിലാണെങ്കിലും പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വർക്കിങ്ങും സെയിം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എക്സാം എഴുതണം, പിന്നെ അതുപോലെ തന്നെ KS അതുപോലെയുള്ള കാര്യങ്ങളാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ബോർഡ് സെലക്ട് ചെയ്യാതെ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയും ഇതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ് വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ കൂടുതലായിട്ട് ഒന്നും അധികം അറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ്.